ഹായ് ഫ്രണ്ട്സ്, ഹോം ഗാലറിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിനോട് വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു 4 ബെഡ്റൂം വലിയ വീടിന്റെ വിശേഷവുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ തിരിയുന്നത്. 5400 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2070 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഈ വീട്ടിൽ നിന്ന് ഇൻഫോ പാർക്കിലേക്കുള്ള ദൂരം വെറും 3.5 കിലോമീറ്റർ മാത്രമാണ്. വരാൻ പോകുന്ന ഇൻഫോ പാർക്ക് മെട്രോ സ്റ്റേഷനിലേക്ക് 4 കിലോമീറ്ററും കാക്കനാട് മെയിൻ ജംഗ്ഷനിലേക്ക് വരുന്ന ദൂരം 6 കിലോമീറ്ററും ഇടപ്പള്ളിയിലേക്ക് 12 കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുള്ളത്. 5 മീറ്ററോളം വീതിയുള്ള ടാറിംഗ് റോഡാണ് ഈ വില്ല കമ്മ്യൂണിറ്റിയിലേക്ക് കൊടുത്തിരിക്കുന്നത്. മനോഹരമായ ഒരു ചുറ്റുമതിലും അതിനോടൊപ്പം തന്നെ CNC കട്ടിംഗ് ഒക്കെ നൽകി നല്ല തിക്നെസ് ഉള്ള ഒരു ഗേറ്റ് തന്നെയാണ് മെയിൻ ഗേറ്റായി ഇവിടെ നൽകിയിരിക്കുന്നത്. ഒരു സ്ലൈഡിംഗ് ഗേറ്റും ഫോൾഡിംഗ് ഗേറ്റുമായിട്ടാണ് ഈ ഗേറ്റുകൾ വരുന്നതും. മെയിൻ ഗേറ്റ് തുറന്നാൽ നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ വിശാലമായ മുറ്റത്തേക്കാണ്. ഒരു കവേർഡ് കാർ പാർക്കിങ്ങും അതുകൂടാതെ തന്നെ മറ്റൊരു വലിയ വാഹനം കൂടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ വീടിന്റെ പ്രധാന ജലസ്രോതസ് എന്ന് പറയുന്നത് കിണർ വെള്ളം തന്നെയാണ്. വീടിന്റെ ഇരുവശങ്ങളിലായും ആവശ്യത്തിന് സ്പേസ് വിട്ടുകൊണ്ട് തന്നെയാണ് വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. മുഴുവനായി ഗ്രാനൈറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ചെറിയ സിറ്റ് ഔട്ടാണ് ഈ വീടിന് കൊടുത്തിരിക്കുന്നത്. തേക്കിൻ തടിയിൽ നല്ല മനോഹരമായി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു മെയിൻ ഡോറാണ് ഈ വീടിന് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇന്നേ ഈ വീടിന്റെ അകത്തേക്കൊന്ന് പ്രവേശിക്കാം. മെയിൻ ഡോർ തുറന്ന് നേരെ കടന്നു ചെല്ലുന്നത് ഈ വീടിന്റെ ലിവിംഗ് ഏരിയയിലേക്കാണ്. ലിവിംഗ് ഏരിയ മുഴുവനായി ഗ്രാനൈറ്റ് തന്നെയാണ് ബിൽഡർ യൂസ് ചെയ്തിരിക്കുന്നത്. LED പ്രൊഫൈൽ ലൈറ്റൊക്കെ കൊടുത്ത് നല്ലൊരു സീലിംഗ് വർക്കും നമുക്കിവിടെ കാണാം. വാൾപേപ്പറൊക്കെ ബാക്ക്ഗ്രൗണ്ടായി നൽകി മൾട്ടിവുഡിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു TV യൂണിറ്റും ഈ ലിവിംഗ് ഏരിയയിൽ നൽകിയിട്ടുണ്ട്. ലിവിംഗ് ഏരിയയിൽ നിന്ന് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ സ്റ്റെയർവേയുടെ ഭാഗത്തായി ഇൻഡോർ പ്ലാന്റ്സും മറ്റും വെക്കുന്നതിനായി മൊറോക്കൻ ടൈൽസ് ഒക്കെ കൊടുത്ത് ഒരു പ്രത്യേക ഏരിയ ബിൽഡർ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ നേരെ കടന്നു ചെല്ലുന്നത് ഈ വീടിന്റെ വിശാലമായ ഡൈനിങ് ഏരിയയിലേക്കാണ്. 12 ആളുകളെ വരെ ഉൾക്കൊള്ളിക്കാവുന്ന ഒരു വലിയ ഡൈനിങ് ടേബിൾ സുഖമായി നമുക്ക് ഇവിടെ ഇടാവുന്നതാണ്. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായി ഒതുങ്ങി മാറി തന്നെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്ത് തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ജാഗ്വാർ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നേരെ ഈ വീടിന്റെ കിച്ചണിലേക്ക് ഒന്ന് കടന്നെല്ലാം. ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് ബിൽഡർ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലൈറ്റ് ഗ്രീൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് കിച്ചൺ കബോർഡ് ചൂസ് ചെയ്തിരിക്കുന്നത്. താഴ്ഭാഗത്തും മുകൾ ഭാഗത്തുമായി ആവശ്യത്തിന് കബോർഡ് വർക്കുകളൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. കൃത്യമായി വാസ്തുപരമായി തന്നെയാണ് കിച്ചൺ കൊടുത്തിരിക്കുന്നത്. കിച്ചൺ സ്ലാബായി യൂസ് ചെയ്തിരിക്കുന്നത് നാനോ വൈറ്റ് ടൈൽസ് ആണ്. കിച്ചന് പുറമെ ഒരു വർക്ക് ഏരിയ കൂടി ആഡ് ഓൺ ചെയ്തെടുക്കാനുള്ള സൗകര്യം ബിൽഡർ ഇവിടെ പ്രത്യേകം നൽകിയിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ 1ാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഏകദേശം 12 അടിയോളം വലിപ്പം വരുന്നൊരു ബെഡ്റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കൂടാതെ 3 പാളികളുള്ള ഒരു വാർഡ്രോബും ഈ റൂമിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് ഈ റൂം നിർമ്മിച്ചിരിക്കുന്നത്. ജാഗ്വാർ ബ്രാൻഡിന്റെയും ഷെറ ബ്രാൻഡിന്റെയും ഫിറ്റിംഗ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നേരെ ഈ വീട്ടിലെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നെല്ലാം. ഏകദേശം 11 അടിയോളം നീളമാണ് ഈ ബെഡ്റൂമിന് കൊടുത്തിരിക്കുന്നത്. 2 പാളികളുള്ള ഒരു വാർഡ്രോബ് റൂമിന്റെ കോർണറിലായി നൽകിയിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് ഈ ബെഡ്റൂമും നിർമ്മിച്ചിരിക്കുന്നത്. വീടിന്റെ താഴത്തെ നിലയിലെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. നമുക്കിനി ഈ വീടിന്റെ 1ാമത്തെ നിലയിലേക്ക് ഒന്ന് പോയി നോക്കാം. സ്റ്റെയർവേയിൽ മുഴുവനായി ഗ്രാനൈറ്റ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ടഫൻ ഗ്ലാസ് ഇട്ട് വുഡൻ ടോപ്പ് കൊടുത്താണ് ഹാൻഡ് റെയിലുകൾ നിർമ്മിച്ചിരിക്കുന്നതും. 1ാം നിലയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ ആദ്യമായി കാണുന്നത് വിശാലമായ ഒരു അപ്പർ ലിവിംഗ് സ്പേസ് ആണ്. അപ്പർ ലിവിംഗ് ഏരിയയുടെ ഒരു ഭാഗത്തായി ഇവിടെ ഒരു സ്റ്റഡി ടേബിളും ബിൽഡർ നൽകിയിട്ടുണ്ട്. അതുകൂടാതെ ഒരു TV യൂണിറ്റും ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ലിവിംഗ് ഏരിയയിൽ നിന്ന് നേരെ കടന്നു ചെല്ലുന്നത് ഈ വീടിന്റെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. വളരെ വിശാലമായ ഒരു യൂട്ടിലിറ്റി ഏരിയ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒരു ബാൽക്കണിക്ക് സമാനമായ വ്യൂ തന്നെയാണ് ഈ യൂട്ടിലിറ്റി ഏരിയയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. വളരെ നല്ലോണം യൂസ്ഫുൾ ആവുന്ന രീതിയിൽ മുഴുവനായി ഷീറ്റിട്ട് മഴവെള്ളമൊന്നും കയറാത്ത രീതിയിൽ തന്നെയാണ് ഈ യൂട്ടിലിറ്റി ഏരിയ ചെയ്തിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായിട്ടുള്ള പോയിന്റ് സെപ്പറേറ്റായി ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീട്ടിലെ 3ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഏകദേശം 12 അടിയോളം വലിപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂമിന്റെ ഒരു കോർണറിലായി നമുക്ക് ഡ്രസ്സിംഗ് യൂണിറ്റ് കാണാം. അതുകൂടാതെ 3 പാളികളുള്ള ഒരു വാർഡ്രോബും ഈ റൂമിന് കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമാക്കി തന്നെയാണ് റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി നേരെ ഈ വീട്ടിലെ 4ാമത്തെയും അവസാനത്തെയും ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. 12 അടിയോളം വലിപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും വരുന്നത്. നേരത്തെ കണ്ടതുപോലെ തന്നെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും അതുപോലെ തന്നെ ഒരു 3 പാളിയിലുള്ള വാർഡ്രോബും ഈ റൂമിൽ നൽകിയിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് ഈ വീട്ടിലെ 4 റൂമുകളും സെറ്റ് ചെയ്തിരിക്കുന്നത്. അവസാനമായി നമുക്കിനി ഈ വീടിന്റെ ബാൽക്കണി കൂടി ഒന്ന് കണ്ടു നോക്കാം. വളരെ വിശാലമായ ഒരു ബാൽക്കണി തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ടഫൻ ഗ്ലാസ് ഇട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ടോപ്പ് കൊടുത്ത ഒരു ഹാൻഡ് റെയിലും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്.
വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും നമ്മൾ ഏകദേശം കവർ ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി അറിയേണ്ടത് ഈ വീടിന്റെ വിലയെ പറ്റിയാണ്. 5400 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2070 സ്ക്വയർ ഫീറ്റിൽ ഇൻഫോ പാർക്കിനോട് വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഈ 4 ബെഡ്റൂം വീടിന് ബിൽഡർ ആവശ്യപ്പെടുന്ന വില 1,10,00,000 രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോൺ സൗകര്യങ്ങളും അവൈലബിൾ ആണ്. ഈ വീട് നേരിൽ കാണാനായോ അല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായോ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതെന്ന് പ്രത്യേകം ഓർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു ദിവസം കാണുന്നതുവരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.